ഇന്ന് രാവിലത്തെ ഫുഡാക്കിയതിന് ശേഷമാണ് പൂവിടാന്ന് വിചാരിച്ചത്. അപ്പം ഇന്നലെ പൂവിട്ടതൊക്കെ വൃത്തിയാക്കി അവിടെ മൊത്തം ഒന്ന് അടിച്ചു വാരി. മിറ്റമൊക്കെ രാവിലെ ഓൾറെഡി അടിച്ചു വാരി അമ്മമ്മ. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് വീണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചു വാരി. അപ്പം ഞാൻ ഈ റോട്ടുമ്പിലേക്ക് നോക്കുന്നത് എവിടെയെങ്കിലും ഒരു തൊട്ടാവാടിയെങ്കിലും ഉണ്ടാവുമോ. മറ്റേ മുള്ളുമ്പൂ ഉണ്ടല്ലോ, തൊട്ടാവാടീൻ്റെ മുകളിലുണ്ടാകുന്ന ഒരു മുള്ളുമ്പൂ, നല്ല രസമല്ലേ കാണുന്നത്. അതെങ്കിലും കിട്ടുമെന്നാണ് നോക്കുന്നത്. മുമ്പിൽ വലിയ വയലുണ്ട്, പക്ഷെ ഒരു തുമ്പപ്പൂ പോലും ഇല്ല. വയലിലല്ലേ സാധാരണ തുമ്പപ്പൂ പോലും ഉണ്ടാവുക, അതുപോലും കാണാനില്ല. പിന്നെ മുറ്റത്തുള്ള സ്റ്റാർ പൂവിനല്ലേ ഇത്, ഒരു മഞ്ഞ കളർ പൂവ്, നമ്മളിതിന് സ്റ്റാർ പൂ എന്ന് പറയാം. സ്റ്റാർ പൂവും പിന്നെ വാടാമല്ലിന്നല്ലേ ആ വയലറ്റ് കളർ പൂവിൻ്റെ പേരെല്ലാം മറന്നുപോയി. ആ വയലറ്റ് കളർ പൂവും പിന്നെ അമ്മമ്മ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് അവർ കാണാണ്ട് പറിച്ച കുറച്ച് ചെമ്പരത്തിയും, അതൊക്കെ വെച്ചിട്ട് എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ചിടാന്ന് വെച്ച്. ഇതിപ്പോൾ ഇങ്ങനെ ഈ പോക്ക് പോവുകയാണെങ്കിൽ കാത്തുമ്മ അതൊക്കെ കളയും. പിന്നെ ഓളെ എങ്ങനെയെങ്കിലും എൻ്റർടൈൻ ചെയ്ത് ഓളെ കയ്യിലൊരു പൂ കൊടുത്തു. പക്ഷെ ഓൾക്ക് അതെങ്ങനെയെങ്കിലും ആ പൂ മൊത്തം വലിച്ചു ചാടേണ്ട ഒരു പ്ലാനിൽ ഓളുള്ളത്. അപ്പോൾ ഈ പോക്ക് പോവുകയാണെങ്കിൽ ഈ ഓണത്തിന് 10 ദിവസം, അത്തം മുതൽ തിരുവോണം വരെയുള്ള ദിവസവും മിക്കവാറും വാങ്ങിയിട്ട് പൂടേണ്ടി വരും. നമ്മൾ സാധാരണ തിരുവോണത്തിനും പിന്നെ ഉത്രാടത്തിനും മാത്രമേ പുറത്തുനിന്ന് ടൗണിൽ പോയിട്ട് പൂ വാങ്ങലുള്ളൂ. ഇതിപ്പോൾ അത്തം മുതൽ തിരുവോണം വരെ പുറത്ത് പോയിട്ട് വാങ്ങേണ്ട അവസ്ഥയാണ്. പിന്നെ കുറേ ഈ സാധാരണ പൂവില്ലെങ്കിൽ ഇലയൊക്കെ ചെടീൻ്റെ ഇലയൊക്കെ വെച്ചിട്ട് പറിച്ചിട്ടിടാം. അപ്പോൾ അതൊന്നുമില്ല. പിന്നെ അത്യാവശ്യം കുറച്ച് പൂ കിട്ടിയതുകൊണ്ട് അതിനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയോ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഉള്ള പൂ വെച്ചിട്ട് എങ്ങനെയോ പൂക്കളിട്ട്. പിന്നെ ഒട്ടും കിട്ടില്ലെങ്കിൽ എന്തായാലും പിന്നെ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. ആ മഞ്ഞ സ്റ്റാർ പൂവെല്ലാം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പം ഓണത്തിൻ്റെ പരിപാടിക്ക് പൂക്കള മത്സരത്തിനെല്ലാം ഇഷ്ടം പോലെ ഉണ്ടാവലുണ്ടായിരുന്നു. ഇപ്പം ഈ എൻ്റെ മുമ്പിലത്തെ ഈ വയലിലൊന്നും അങ്ങനത്തെ ചെടി ഇല്ലാത്തതാണോ അതോ നശിച്ചു പോയതാണെന്നറിയില്ല. ആ സ്റ്റാർ പൂവൊന്നും ഒറ്റയില്ല. പിന്നെ അമ്മമ്മ കുറച്ച് വീട്ടിന് മുമ്പിൽ കൊണ്ട് നട്ടുകൊണ്ട് അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പൂവിടുന്നു. നാളെ മുതൽ മിക്കവാറും തുളസീൻ്റെ ഇലയോ അല്ലെങ്കിൽ വേറെ നല്ല കളർഫുൾ ഇലയെല്ലാം വെച്ചിട്ട് മിക്കവാറും ഡെക്കറേറ്റ് ചെയ്യേണ്ടി വരും. അതിൻ്റെ അകത്ത് ഒരു സ്റ്റാർ പൂ മാത്രം ഉണ്ടാവും. ഇതാണ് നമ്മളെ ഫൈനൽ പൂക്കളം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത പൂക്കളുമായിട്ട് നാളെ വരാം.